മിക്ക ഹോട്ടലുകളിലും ഈ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഉള്ളത്. അവര് ക്യാപ്പ് ധരിക്കുന്നില്ല, കയ്യുറ ധരിക്കുന്നില്ല. ഭയങ്കര വൃത്തിഹീനമായിട്ടുള്ള രീതിയിലാണ് അവര് ഹോട്ടൽ ജീവനക്കാരൻ നിൽക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു ന്യൂനത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ കേരളത്തിലെ ഏത് ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാലും മലയാളി ജീവനക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് പുറമേ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ 14 ദിവസമായ ഒരു ജീവനക്കാരനാണ് ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. ആ ഹോട്ടലിനെ കുറിച്ചോ അതിൻ്റെ യാതൊരു ചുറ്റുവട്ടങ്ങളെ കുറിച്ചോ ആ ജീവനക്കാരന് അറിയാൻ പാടില്ല. അടിക്കടി ഇതിങ്ങനെ നമ്മളുടെ ഈ സിനിമ വന്ന് മാറിപ്പോകുന്നത് പോലെ ജീവനക്കാർ വന്ന് മാറിപ്പോകുന്നു. ആ മാറിപ്പോകുന്നത് കൊണ്ട് തന്നെ ലൈസൻസ് എടുക്കുമ്പോൾ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ പരിശോധനകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഒരു ഹോട്ടൽ ഉടമയെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള തൊഴിലാളികൾ കയറി ഇറങ്ങി പോകുന്നതുകൊണ്ട് അവർക്ക് ഇവരുടെ രേഖകൾ യഥാവിധി സൂക്ഷിക്കാനും ഇവര് ഏത് തരത്തിലുള്ള ആളുകളാണ്, ഇവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള കണ്ടാമിനേറ്റഡ് ഡിസീസസ് ഉണ്ടോ എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ അവരുടെ ഈ ആളുകൾ മാറിപ്പോകുന്ന സാഹചര്യത്തിൽ അടിക്കടി മാറിപ്പോകുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും അന്യ സംസ്ഥാന ഗസ്റ്റ് ലേബേഴ്സിനെ, തൊഴിലാളികളെ ആശ്രയിച്ച് പോകുന്ന ഒരു സംവിധാനമാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് ഞങ്ങൾ കാണുന്നതും ഇപ്പോൾ ഈ ചില ന്യൂനതകൾ കൂടുതൽ കണ്ട ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത്, ഒരു സ്ഥലത്ത് പാചകം നടക്കും, അതിനടുത്ത് പാവിരിക്കും, അവിടെ കിടക്കും. തലേദിവസം ഇത് കഴുകിയതും കഴുകാത്തതുമായിട്ടുള്ള പാത്രങ്ങളുടെ വലിയൊരു കൂമ്പാരം കാണും. ആയത് പിറ്റേ ദിവസം വന്നതിന് ശേഷം ഒരു സൈഡിൽ പൂർണ്ണമായുള്ള ഭാഗികമായിട്ടുള്ള കഴുകൽ നടക്കും, മറ്റൊരു സൈഡിൽ സമാനമായ രീതിയിൽ ഇതിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നു പോകും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് വരും കാലങ്ങളിൽ ഈ ഒരു തരത്തിലുള്ള ഒരു പ്രവണത മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി കേരളത്തിലെ ഭക്ഷണശാലകളിൽ ഇങ്ങനെ വ്യാപകമായിട്ട് പുറത്തുനിന്നുള്ള ആളുകളെ വെക്കുന്നതുകൊണ്ട് മാറി ഒരിക്കലും ഒരു സ്റ്റേബിൾ അല്ല.